എല്ലാവരെയും മനഃശാസ്ത്ര കൗൺസിലിംഗ് പഠന ക്ലാസ്സിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുന്നത് രണ്ടാമത്തെ അധ്യായമാണ്. വിഷയം മനഃശാസ്ത്രത്തിന്റെ രീതികൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കൗൺസിലിംഗ്. തയ്യാറാക്കിയത് അലക്സാണ്ടർ MV, പത്തനംതിട്ട. Psychology utilizes various methods to study human behavior and mental processes. മനുഷ്യന്റെ പെരുമാറ്റത്തെയും മാനസിക പ്രക്രിയകളെയും പഠിക്കാൻ മനഃശാസ്ത്രം വിവിധ രീതികൾ ഉപയോഗിക്കുന്നു. These include observation, experimentation, correlational research, survey, and case study methods. നിരീക്ഷണം, പരീക്ഷണം, പരസ്പരബന്ധിത ഗവേഷണം, സർവേ, കേസ് പഠന രീതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. These methods are used to collect, analyze, and interpret psychological data, ultimately contributing to our understanding of the mind and behavior. മനഃശാസ്ത്രപരമായ ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും ഈ രീതികൾ ഉപയോഗിക്കുന്നു. ആത്യന്തികമായി മനസ്സിനെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിന് ഇത് സംഭാവന നൽകുന്നു. 1. Observation method. Niriksana Riti. Involves observing behavior in natural or controlled settings. സ്വാഭാവികമോ നിയന്ത്രിതമോ ആയ സാഹചര്യങ്ങളിൽ പെരുമാറ്റം നിരീക്ഷിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. Can be overt, participants are aware they are being observed, or covert, participants are unaware. പരസ്യമായോ പങ്കെടുക്കുന്നവർക്ക് തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാം, രഹസ്യമായോ പങ്കെടുക്കുന്നവർക്ക് അറിയില്ല ആകാം. Provides a descriptive overview of behaviors and can be used to generate hypotheses. പെരുമാറ്റ രീതികളുടെ ഒരു വിവരണാത്മക അവലോകനം നൽകുന്നു, കൂടാതെ അനുമാനങ്ങൾ സൃഷ്ടിക്കാൻ ഇത് ഉപയോഗിക്കാം. 2. Experimental method. Paraksana Riti. Focuses on manipulating variables to establish cause and effect relationships. കാരണഫല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് വേരിയബിളുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. In psychology, variables are any factors, characteristics, or attributes that can be measured and studied in relation to psychological phenomena. They are the building blocks of research, allowing psychologists to investigate relationships between different aspects of behavior and cognition. മനഃശാസ്ത്രത്തിൽ മനഃശാസ്ത്ര പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് അളക്കാനും പഠിക്കാനും കഴിയുന്ന ഏതെങ്കിലും ഘടകങ്ങൾ, സ്വഭാവസവിശേഷതകൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾ എന്നിവയാണ് വേരിയബിളുകൾ. പെരുമാറ്റത്തിന്റെയും അറിവിന്റെയും വ്യത്യസ്ത വശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അന്വേഷിക്കാൻ മനഃശാസ്ത്രജ്ഞരെ അനുവദിക്കുന്ന ഗവേഷണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അവ. Involves creating experimental and control groups to test hypotheses. സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കുന്നതിനായി പരീക്ഷണാത്മക, നിയന്ത്രണ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. Requires careful control of variables to ensure reliable results. വിശ്വസനീയമായ ഫലങ്ങൾ ഉറപ്പാക്കാൻ വേരിയബിളുകളുടെ ശ്രദ്ധാപൂർവമായ നിയന്ത്രണം ആവശ്യമാണ്. 3. Correlational research. Parasparabandhita Gavesanam. Examines the relationships between variables without manipulation. കൃത്രിമത്വം കൂടാതെ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പരിശോധിക്കുന്നു. Can reveal positive or negative correlations, but does not establish causation. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പരസ്പരബന്ധങ്ങൾ വെളിപ്പെടുത്താൻ കഴിയും, പക്ഷേ കാര്യകാരണബന്ധം സ്ഥാപിക്കുന്നില്ല. Useful for identifying patterns and associations between variables. വേരിയബിളുകൾ തമ്മിലുള്ള പാറ്റേണുകളും അസോസിയേഷനുകളും തിരിച്ചറിയുന്നതിന് ഉപയോഗപ്രദമാണ്. 4. Survey method. Sarvriti. Involves collecting data through questionnaires or interviews. ചോദ്യാവലികളിലൂടെയോ അഭിമുഖങ്ങളിലൂടെയോ ഡാറ്റ ശേഖരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. Can be used to gather information about opinions, attitudes, or behaviors. അഭിപ്രായങ്ങൾ, മനോഭാവങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കാം. Requires careful question design to avoid bias and ensure validity. പക്ഷപാതം ഒഴിവാക്കുന്നതിനും സാധുത ഉറപ്പാക്കുന്നതിനും ശ്രദ്ധാപൂർവം ചോദ്യ രൂപകൽപ്പന ആവശ്യമാണ്. 5. Case study method. Kespathana Riti. Involves an in-depth examination of a specific individual, group, or phenomenon. ഒരു പ്രത്യേക വ്യക്തിയുടെയോ ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ പ്രതിഭാസത്തിന്റെയോ ആഴത്തിലുള്ള പരിശോധന ഇതിൽ ഉൾപ്പെടുന്നു.
can provide rich and detailed information about a particular case. ഒരു പ്രത്യേക കേസിനെക്കുറിച്ചുള്ള സമഗ്രവും വിശദവുമായ വിവരങ്ങൾ നൽകാൻ കഴിയും. May be useful for exploring complex or rare phenomena. സങ്കീർണമായ അല്ലെങ്കിൽ അപൂർവ പ്രതിഭാസങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിന് ഉപയോഗപ്രദമായേക്കാം. Additional methods. Adhikaratical. Psychological testing. Using standardized tests to assess cognitive abilities, personality traits, or emotional states. മനഃശാസ്ത്ര പരിശോധന, വൈജ്ഞാനിക കഴിവുകൾ, വ്യക്തിത്വ സവിശേഷതകൾ അല്ലെങ്കിൽ വൈകാരികാവസ്ഥകൾ എന്നിവ വിലയിരുത്തുന്നതിന് സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നു. Meta-analysis. Combining results from multiple studies to draw broader conclusions. മെറ്റാ വിശകലനം, ഒന്നിലധികം പഠനങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ സംയോജിപ്പിച്ച് വിശാലമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. Qualitative research. Exploring the why behind behaviors through interviews, focus groups, and open-ended questionnaires. ഗുണപരമായ ഗവേഷണം, അഭിമുഖങ്ങൾ, ഫോക്കസ് ഗ്രൂപ്പുകൾ, തുറന്ന ചോദ്യാവലികൾ എന്നിവയിലൂടെ പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ എന്തുകൊണ്ട് എന്ന് പര്യവേക്ഷണം ചെയ്യുക. തയ്യാറാക്കിയത് അലക്സാണ്ടർ MV, പത്തനംതിട്ട. 7907167566